ഹലോ ഗായ്സ്, ശരാശരി മലയാളിയെപ്പോലെ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് വന്നിട്ടുള്ള ആളാണ് ഞാനും. ഇനി ലോണെല്ലാം ക്ലോസ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല. ശ്രമിക്കുന്നുണ്ട് കാര്യമായിട്ട് തന്നെ. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ലോണിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സത്യത്തിൽ ഇതാണോ എല്ലാവരുടെയും റിയാലിറ്റി എന്നറിയില്ല. എൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ അഡ്മിഷൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും എഡ്യൂക്കേഷൻ ലോൺ ലഭിക്കത്തില്ല. അങ്ങനെ ആ ഒരു ഓഫർ ലെറ്റർ കിട്ടുന്ന സമയമായപ്പോഴേക്കും ലോണിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ പേയ്മെൻറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ലോൺ എടുത്ത് അതൊരു പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള ബാക്കി എമൗണ്ടാണ് എഡ്യൂക്കേഷൻ ലോണിനെടുത്ത് പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ സിംഗിൾ ലോണായിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അടച്ചു തീർക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസിൽ യാതൊരുവിധ കുറവും ഉണ്ടായിട്ടില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വന്ന ശേഷം കാര്യം അത്ര ഈസി ആയിരുന്നില്ല. പല മാസങ്ങളിലും ജോലി ഇല്ലാതിരുന്ന സമയത്ത് ലോൺ പോയിട്ട് സ്വന്തം എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പോലും പറ്റാതിരുന്ന സമയത്ത് പിന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. എങ്കിലും പറ്റുന്ന സമയത്തെല്ലാം ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് അടയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന് എടുത്ത ലക്ഷങ്ങളുടെ ഒരു പകുതിയോളം അടച്ചു തീർന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എബ്രോഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ഫാൻസി ഈസി ഗോയിങ് ലൈഫ് ആയിട്ട് വിചാരിച്ചു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് ആരും വരേണ്ടതില്ല. ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് വന്നേക്കാം എന്നുള്ളൊരു റിമൈൻഡർ മാത്രമാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. വന്ന അന്ന് മുതൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്ത് നന്നായി ലോൺ ക്ലോസ് ചെയ്ത് പോകുന്ന ഒരുപാട് പേരും ഇക്കൂട്ടത്തിലുണ്ട് കേട്ടോ.